ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു തിരക്ക് പിടിച്ച ദിവസമുള്ള ആ ദിവസത്തെ വീഡിയോ. കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം മീനിൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം മീൻ ഇങ്ങനെ കിട്ടുന്നില്ല. ഇരുന്ന് ഇന്നലെ നമ്മൾ ഈ അടുത്തുള്ള ആൻറ്റിമാരുടെ നിന്ന് വാങ്ങിച്ച് അതെല്ലാം എനിക്ക് വെട്ടി അതിൽ നിന്ന് ആവശ്യത്തിനുള്ള അച്ചാറിനുള്ളതൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എന്നോട് ബിന്ദുപിള്ള ചോദിച്ചു, ബിജി നെക്സ്റ്റ് ലൈവ് എന്നാന്നുള്ളത്. എല്ലാ സൺഡേയും ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. എല്ലാ സൺഡേയും 3 മണിക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കെങ്ങാനും സമയമുണ്ടെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിലിടാൻ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ലൈവ് മുഖേന നമുക്ക് ഒത്തിരി പേരുമായിട്ട് പരിചയപ്പെട്ട് കമൻറ്റിലാണെങ്കിൽ കമൻ്റ് ഇടാത്തവരും ലൈവിൽ വരുന്നുണ്ട്. കമൻറ്റിലാണെങ്കിൽ എത്രത്തോളം നമ്മൾ സംസാരിക്കും, മീൻസ് കമൻ്റ് ഇടും. ഇതാകുമ്പോൾ നമുക്ക് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം അറിയുകയും ഒരു കൂട്ടുകുടുംബം പോലെ. പിന്നെ മായ പറഞ്ഞായിരുന്നു, ചേച്ചി ലൈവ് ഓർക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞ് മായ എന്നെ ഓർക്കാറില്ലേ എന്നേരം. അതുകൊണ്ടാണ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ. മായ അത് സീരിയസ് ആയിട്ട് എടുത്തെന്ന് തോന്നുന്നു. പിന്നീട് ഇപ്പം എൻ്റെ മക്കളാരെ യൂട്യൂബ് എപ്പം പോകും എന്നാണ്. ഇപ്പം ഭയങ്കര റൂളാണ് എന്ന് വെച്ചാൽ ഭയങ്കര റൂൾസുകളാണ് ഇപ്പം ഓരോരുത്തരുടെ. കുറേ പേരുടെ ചാനൽ പോയി. ദൈവമേ, ഞാൻ അന്ന് തന്നെ കണ്ടില്ലേ നമ്മൾ ലൈവിൽ നമ്മൾ തന്നെ പാടിയിട്ട് അതിന് കോപ്പിറൈറ്റ് വന്നത്. അതുകൊണ്ടിപ്പം പാട്ടുകളൊക്കെ എനിക്ക് ഇടാൻ പേടിയാണ്. അപ്പം എന്താ പറയുന്നത്, വർഷങ്ങളോട് നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇരുന്ന് എല്ലാം ദൈവം തീരുമാനിക്കുന്നതാണ് നടക്കാൻ അപ്പോൾ നമ്മളിപ്പം വേറൊന്നും ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന രീതികളെ എന്താ ഒരു ഇതുണ്ട്, പുഴയോ കടൽ. ചിലർ ചിന്തിക്കത്തില്ലേ, ഇന്നൊന്നും വീഡിയോ ഇട്ടില്ല, ഒരു ഷൂട്ട് ഇപ്പം പോകുന്ന വഴിക്കെങ്ങാണ്ട് ഒരു വെള്ളം പോകുന്ന പോക്കോ പുഴയോ കടലോ അങ്ങനെ വീഡിയോ എടുത്ത് ഷോർട്ടായിട്ട് എടുത്തില്ലേ. അങ്ങനെ ഒന്നും ഇപ്പം ഇട്ടുകൂടാ. പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടുകൂടാ. മുഖം കാണിച്ച് പിന്നെ കുക്കിംഗ് മാത്രം ഇങ്ങനെ കൈ കാണിച്ച് ചെയ്യുന്നത് ഇട്ടുകൂടാ. ഫേസ് കൂടെ കാണിച്ചിട്ട് ചെയ്യണം. അങ്ങനെ ഭയങ്കര റൂളുകളെന്ന് വെച്ചാൽ ഭയങ്കര റൂളുകളാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രീസനെ അവിടെ മറാഠി എഴുതാൻ പിടിച്ചിരുത്തിയേക്കുന്നു. പരീക്ഷയൊക്കെ വരുന്നു. അവൻ പറയും, പക്ഷേ എഴുതുമ്പോൾ ഒന്നും കാണത്തില്ല മറാഠിയിൽ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഓർക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഭയങ്കര മറവിയാണ് കേട്ടോ. എല്ലാവരും ചോദിക്കും അമ്മച്ചിക്ക് എങ്ങനെ ഉണ്ടെന്ന്. നാട്ടിലെല്ലാവർക്കും പനിയില്ല. ബ്രദറിന് പനിയാണെന്ന് പറഞ്ഞു. ഒരു ചുമയും, ഒരു വല്ലാത്ത ചുമയെന്ന്. പനിയില്ലാത്ത ചുമ. എനിക്കും അങ്ങനെ അല്ലായിരുന്നു, പനിയില്ലാത്ത ചുമയല്ലായിരുന്നു. അത് വന്നാൽ പിന്നെ മനുഷ്യർ ചില സമയത്ത് ഒരു ചുമ ഇങ്ങോട്ട് വന്നാൽ തൊണ്ട കുത്തിയിട്ട് ശ്വാസം കിട്ടാത്ത ചുമയാണ്. അപ്പോൾ ഇപ്പം ഈ കോവിഡിൻ്റേതുപോലുള്ള ഒരു ഇത് വീണ്ടും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത്. ന്യൂസുകളിലാണെങ്കിലും എന്തെല്ലാം ഇന്നലെ ഞാൻ നോക്കിയാണ് നമ്മുടെ ജയലളിതയുടെ മോളെന്നും പറഞ്ഞ് തൃശ്ശൂർക്കാരി ഒരു സ്ത്രീ. അതിൽ കമൻറ്റിൽ പലരും പറയുന്നത് തട്ടിപ്പാ, ജയലളിതയുടെ മോളായിരിക്കത്തില്ല അതായതെന്ന് പറഞ്ഞ്. പണം ഉണ്ടെങ്കിലും എങ്ങനെ കഴിഞ്ഞ സ്ത്രീ. അവരെ ശശികല അവർ പറയുന്നത് ശശികല ആൻറ്റി എൻ്റെ അമ്മേ അവർ വക വരുത്തിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അവർക്ക് തള്ളയ്ക്ക് നീതി, ജയലളിതയ്ക്ക് നീതി വേണമെന്ന് പറഞ്ഞ് മോള് വന്നേക്കുക. എന്തൊക്കെ ന്യൂസുകളാണ് നിമിഷയുടെ ഒരു സ്ഥലത്ത് ഓരോന്നും. ഞാനിനി കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയാ യൂട്യൂബ് നോക്കിയാലും എന്തോ നോക്കിയാലും ന്യൂസുകളുടെ തന്നെ ന്യൂസുകൾ എന്തൊക്കെ ന്യൂസുകളാണെന്ന് നമുക്ക് തന്നെ കേട്ടിട്ട് വല്ലാത്ത ഒരിതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ചായ ഇവിടെ തിളയ്ക്കുന്നു.
കൊടുത്തു വിടുന്നത് ചിക്കൻ ഒന്നും ചേർക്കാത്ത ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ ഞായറാഴ്ച ഞാൻ ഇത് ഉണ്ടാക്കിയില്ല, ഈ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ആയി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള റൈസുകൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഇവർക്കൊക്കെ പിറ്റേന്ന് ടിഫിൻ കൊണ്ടുപോകാനൂടെ ഇതുണ്ടാക്കും. അപ്പം ഞാനിത് ഉണ്ടാക്കി ആ സമയത്തെ എടുത്തങ്ങ് ഇവർക്ക് കൊണ്ടുപോകാനുള്ളത് എടുത്തങ്ങ് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ പോളിന് ചിക്കനും മുട്ടയൊന്നും ചേർക്കാതെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റിൽ അല്ലേ ഞാനത് ഇട്ടത്. അങ്ങനെ അവന് സെപ്പറേറ്റ് എടുത്തു. അവന് ഒട്ടും ഇത് ഇടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാതെ കഴിക്കാൻ നേരം അവൻ അതൊക്കെ കഴിച്ചു. അപ്പോൾ സ്കൂളിൽ കൂടുതലും പിള്ളേർ നോൺ വെജാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞ് അവന് നോൺ വെജ് ഒന്നും ഇടാത്ത തന്നാൽ മതിയെന്ന്. റേച്ചാനും ഇതാ കൊണ്ടുപോയത്. കൊച്ചിന് പക്ഷേ കൊച്ചിന് ഉച്ചയ്ക്ക് വന്നിട്ട് അവൻ സാവകാശം കഴിക്കട്ടെ എന്നും പറഞ്ഞ് കൊച്ചിന് ഞാൻ കൊടുത്തു വിട്ടില്ല. അപ്പോൾ മലയാളി കടയിൽ നിന്ന് കൊണ്ടുവന്ന ഏത്തക്കയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പം ഇവന്മാർക്ക് ഞാൻ ഇങ്ങനെ ടിഫിന് ഏത്തക്ക കൊടുത്ത് വിടുന്നുണ്ട്. വീട്ടിൽ പ്രൈസൻ പിന്നെയും ഏത്തക്ക കഴിക്കും. പോളിന് ഭയങ്കര മടിയാണ് ഏത്തക്ക കഴിക്കാൻ. അപ്പം ഞാൻ അവന് ഇങ്ങനെ ഏത്തക്കയൊക്കെ ചിലപ്പം ഞാൻ ഇങ്ങനെ നെയ്യിൻ്റെ അകത്തൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുമ്പം അതങ്ങ് കഴിക്കും. അതുകൊണ്ട് ഇന്നിപ്പം പോളിന് ഇതാ കൊടുത്തത്. കൊച്ചിന് അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇന്നിപ്പോൾ ഇവർക്കിങ്ങനെ ടിഫിനുള്ളത് കൊണ്ട് ഇന്ന് ഉടായിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഓരോന്നൊക്കെ ഉള്ളതായിരുന്നു. പല വെറൈറ്റി ആയിരുന്നു. ഇന്ന് ഹോട്ടലായിരുന്നു ഇവിടെ. റൈസൻ ഏത്തക്കയും ബ്രെഡും ജാമും കൊടുത്തു വിടുന്നത്. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഒന്നി ഏത്തക്കയും ശ്രീകണ്ഠും അല്ലെങ്കിൽ ജാമുമാണ് കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കുപ്പിയിലെ പരിപാടിയാണ്. തുണി കഴുകാൻ ഇട്ടേക്കുക, കഴുകാൻ തുടങ്ങുക. അപ്പം ഡാഡിക്കും കൊടുക്കാനുള്ളത് കൊടുത്തു. ഡാഡിക്ക് ശ്രീകണ്ഠ് അതിൻ്റെ അകത്ത് ബ്രെഡിൽ തേച്ചിട്ട് അതും ഏത്തപ്പഴം കൂടെ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രെഡിൻ്റെ ഈ ലാസ്റ്റിലത്തെ ആദ്യത്തെ അവസാനത്തെയും ബ്രെഡുണ്ടല്ലേ, അതിവിടെ ആരും തിന്നാറില്ല. അപ്പം അത് നമ്മളാണ് എടുക്കുന്നത്. അപ്പം എനിക്കുള്ള ഏത്തയ്ക്ക ഞാനും മലയാളി കടയിൽ പോകണ ഏത്തയ്ക്ക കൊണ്ടുവന്നായിരുന്നല്ലേ. അപ്പം ഞാൻ എന്തുവന്ന് ചെയ്തത്, ഇങ്ങനെ ഏത്തയ്ക്ക ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ആ ടോസ്റ്ററിൽ വെച്ച് ഗ്യാസേ വെച്ച് ചൂടാക്കി ഇങ്ങനെ ടോസ്റ്റ്. അപ്പോൾ ആ ഏത്തയ്ക്ക ഒന്ന് ഇച്ചിരി വാടും. അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രീകണ്ഠൊന്നും തേച്ചില്ല. ഈ ഏത്തയ്ക്ക ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്തു നോക്കെ. എനിക്ക് ഏത്തയ്ക്ക പുഴുങ്ങിയത് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ചിലർക്ക് പുഴുങ്ങിയത്, ഇവിടെ ഇവർക്കാർക്കും പുഴുങ്ങിയത് ഇഷ്ടമല്ല. ഞാനതുകൊണ്ട് അങ്ങനെ പുഴുങ്ങാറില്ല. അപ്പം ഞാൻ പിന്നെ എനിക്കിങ്ങനെ ബ്രെഡ് ഇങ്ങനെ ഏത്തയ്ക്ക വെച്ചുണ്ടാക്കി ടോസ്റ്റർ എടുക്കുമായിരുന്നു. ഇന്നലെ റേജാൻ ആൻറ്റിമാടുത്ത് പറഞ്ഞായിരുന്നു കേരയുണ്ടെങ്കിൽ ഒന്ന് നോക്കണേന്ന്. അങ്ങനെ അവർ 4-5 എണ്ണം കൊണ്ടുവന്ന്. അപ്പം ഇങ്ങനെ ഈ ചെറുതിങ്ങനെ നമുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നഷ്ടവുമാണ്. പിന്നെ ഈ അർജൻ്റ് ആയതുകൊണ്ട് അത്രയ്ക്ക് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അവരോട്, ഞങ്ങളിങ്ങനെ വിളിച്ച് ചോദിക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന്. അവർ പറഞ്ഞു എങ്ങനെയും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4-5 എണ്ണം ഉണ്ടായിരുന്നു. അതപ്പോൾ അതെല്ലാം കൂടെ വെട്ടിയാൽ 4-5 എണ്ണം. നിങ്ങൾ നിൽക്കുമോ 4-5 എണ്ണം ഇല്ലയോ, ഒരു 3-4 കിലോയോ 2-3 കിലോയോ കിട്ടുമോ? ഒന്നുമില്ല, കുറച്ചേ കിട്ടിയുള്ള അച്ചാറിന് വേണ്ടി ഒരു 1.5 കിലോയോളമേ നമുക്ക് അതിൽ നിന്ന് നമുക്ക് നല്ല പീസ് കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കറിക്കെടുക്കും. അപ്പോൾ ആ പരിപാടി അതുകൊണ്ട് ഇന്ന് എല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ പുറകെ ഞാൻ 10 മണി തൊട്ട് ഒരു 12:30 വരെ ഞാൻ ഇതിൻ്റെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനെന്നാൽ പ്രൈസനെ വിളിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് നിന്നെയാണ്. ഇത്രയും സമയമായെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഈ 12:30 ഈ പ്രൈസം വരുന്ന സമയം ഞാനങ്ങ് ഈ നമ്മുടെ ഉച്ചക്കത്തെ ജോലി കൊണ്ട് നമ്മൾ മറന്നു പോകും. ഞാൻ 12:30 അലാറം വെക്കും. എന്നിട്ട് അലാറം വെച്ചോണ്ട് ആ സമയമായതുകൊണ്ട് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. പിന്നെ പെട്ടെന്ന് എല്ലാം കഴുകി റെഡിയായി അവനെ വിളിക്കാൻ പോയിട്ട് പിന്നെ വന്ന് അപ്പോഴത്തേക്കിന് ഇത്രയും മണിക്കൂർ നിന്ന് ഞാനൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. അവനെ വെപ്രാളത്തിന് വിളിക്കാൻ പോയിട്ട് ഞാൻ നേരം ട്രാക്കിങ് നോക്കിയുണ്ടേ ഇങ്ങനെ എത്താറായി ബസ്. ഇവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ട്, മഴയില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ പോകത്തില്ലായിരുന്നു, അവൻ തന്നെ ഇങ്ങ് വന്നേനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഇത്രയും ബിസിയുള്ള ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ബിസി ആയിരുന്നു എന്നുള്ളതാണ്. അന്നേരം അതനുസരിച്ച് ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു.
അപ്പം ആ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടല്ല. അന്നേരം നമ്മൾ വീട്ടിലൊക്കെ ഇത്രയും മീനൊക്കെ വെട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ പിച്ചാത്തി നല്ല പിച്ചാത്തി വേണം. എൻ്റെ പിച്ചാത്തിക്ക് വാത്തലയില്ലായിരുന്നു. അപ്പം ഞാൻ റീച്ചാനടുത്ത് പറഞ്ഞ് വാത്തലയില്ല, ഒന്ന് വാത്തല വരുത്തിക്കണമെന്ന്. അന്നേരം അങ്ങാരെ ഇങ്ങോട്ട് നമ്മൾ വിളിപ്പിക്കുകയാണെങ്കിൽ അങ്ങാരെ കൂടുതൽ റേറ്റും എടുക്കും. ഇന്നാളീ ചെയ്തതും ശരിയായില്ല. പിന്നെ അങ്ങാരെ വിളിച്ച് ചോദിച്ചുകൊണ്ട് അങ്ങാര് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ട്, അങ്ങനെ റീച്ച് അവിടെ കൊണ്ടുപോകണേ. ഞാൻ പറഞ്ഞു ഒരെണ്ണം ചെയ്യിപ്പിച്ചാൽ മതിയെന്ന്. 40 രൂപ. അത് കൊണ്ടുവന്ന് അതുകൊണ്ട് ചെയ്ത് അന്ന് എൻ്റെ കൈയും എന്തോന്നും ഈ സ്കിന്നങ്ങ് ഇതായി. മീൻ വെട്ടാൻ പോയി നന്നായിട്ട് റേച്ച് അന്നേരേ പറഞ്ഞ് സൂക്ഷിക്കണം, നല്ല ഷാർപ്പുള്ളയാ നോക്കണേ. എന്തോ ചെയ്യാനാ, എങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടും കൊള്ളാനുള്ളത് കൊണ്ട്. അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ പീസാക്കി ഇത്രയും നമുക്ക് അച്ചാറിടാനായിട്ട് കിട്ടി. പിന്നെ ഇച്ചിരിയും കുറച്ചേ ഞാൻ പരിഞ്ഞിലെടുത്തുള്ളൂ. ഒത്തിരി അങ്ങ് മെനക്കെടാൻ പോയില്ല. കച്ചട എല്ലാം വേസ്റ്റ് എല്ലാം എടുത്ത് അങ്ങനെ വെച്ചേക്കുന്നു. അതിൻ്റെ എല്ലാം തല അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് ഇതിൽ നിന്ന് കുറച്ചെടുത്തിന്ന് ഞാനത് എല്ലാം നന്നായി കഴുകിയിട്ട് വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി അച്ചാറിനുള്ളത് മാറ്റി വെച്ചു. പിന്നെ 2-3 പാർട്ടാക്കി നമ്മൾ കറി വയ്ക്കാനായിട്ടുള്ളതും 2-3 പാർട്ടാക്കി വെച്ച്. അപ്പം നാളെ എനിക്ക് ഇച്ചിരി കപ്പ വേവിക്കണം എന്നുള്ള രീതിയിൽ ഇന്ന് ഇച്ചിരി അങ്ങ് മീൻകറി കൂടുതലങ്ങ് വെച്ചാൽ നമുക്ക് നാളെ അത് കപ്പ മാത്രം വേവിച്ചാൽ മതിയല്ലേ. അപ്പം ഞാൻ 2 തലയൊക്കെ ഇന്നെടുത്തു. തല എനിക്കും ഇഷ്ടമാണ്, കൊച്ചന് അതിൻ്റെ കണ്ണും ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എത്രയും ഇതിൽ പറ്റുന്നോ അത്രയും അങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇത്രയും നമ്മൾ ഒരു മീനെങ്ങാണം വെട്ടുവാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. 4-5 മീനൊക്കെ വെട്ടിയെടുക്കുമ്പോഴത്തേക്കിന് കിച്ചണൊക്കെ അങ്ങ് ഒരു വല്ലാത്ത സ്മെല്ല്. പിന്നെ അവിടെ എല്ലാം കഴുകിയെടുത്ത് വരുമ്പം തന്നെ നമുക്കൊരു സമയം ഒരു പരുവാകും എന്നുള്ളതാണ്. പിന്നെ ഫിനോയിലും അതും ഇതൊക്കെ ഒഴിച്ച് നമ്മൾ കുറച്ച് മീനെങ്ങാണാണെങ്കിൽ നമുക്ക് ഈ കാപ്പിപ്പൊടിയൊക്കെ തിളപ്പിച്ച് ആ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നല്ല മണമാണ്. അല്ലെങ്കിലും ഫിനോയിലൊക്കെ ഒഴിക്കുമ്പോൾ ആ സ്മെല്ലങ്ങ് മാറും. പിന്നെ ഞാനെന്തോ ചെയ്യുന്നു, ഇവിടെ ഈ സാമ്പ്രാണിത്തിരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കത്തിച്ച് വെക്കും. അപ്പം ഞാൻ ഇത്രയും ഇതിൻ്റെ അകത്ത് അത് കൊള്ളാവുന്ന വലിയൊരു ചട്ടിയാണ് എടുത്തത്. നമ്മുടെ ഓമനാൻ്റി എനിക്ക് കൊണ്ട് തന്ന ചട്ടിയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് ഇച്ചിരി എനിക്ക് ഏറ്റവും വലിയ ചട്ടി ഇപ്പം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയും കൊള്ളുന്നോ അത്രയും അങ്ങ് ഒരു 1 കിലോയിൽ കൂടുതൽ കാണുമായിരിക്കാം, തലയും കൂടെ ചേർത്ത്. അത്രയും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടേ. അതിൻ്റെ ചാറ് വിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ട് അതോടെ തിളച്ച് വരട്ടെ. മീൻ വെട്ടാനെടുത്ത കത്തികളെല്ലാം കഴുകി ഇവിടെ എല്ലാം ക്ലീനാക്കി. ഒരു മെനക്കെട്ട ജോലിയായിരുന്നു ക്ലീൻ ചെയ്യക്കാം. മീൻ കറി വയ്ക്കാനുള്ളതെടുത്ത് അടപ്പത്ത് തിളച്ച് വരുന്നു. ഇനി ഒന്ന് കുളിക്കണം. അപ്പോൾ മീനൊക്കെ വറ്റി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ തുണികൾ വിരിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചന് കൊടുക്കാനുള്ളത് കൊടുത്തു. കൊച്ചു വന്ന് അവൻ കുറച്ച് നേരം ഇരുന്നിട്ട് അവൻ പോയി കുളിച്ചിട്ട് വന്നു. അവന് കൊടുക്കാനുള്ളത് അവന് കൊടുത്തു. പക്ഷേ എനിക്ക് അങ്ങോട്ട് കഴിക്കാനും തോന്നിയില്ല. കാരണം ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും ഒരു വല്ലാത്ത ഇതായി. അതാണ് എൻ്റെ സ്വഭാവം. പിന്നെ അനു വന്ന് അവൾ തുടച്ചിട്ടൊക്കെ പോയി. പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവനിപ്പം ഞാൻ കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടത്തുമല്ലേ, കിടക്കാൻ ഭയങ്കര മടിയാണ്. കിടത്തിയില്ലെങ്കിൽ ശരിയാവത്തില്ല. കിടക്കത്തില്ലെന്നും പറഞ്ഞ് കരഞ്ഞ് കുളിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പിണങ്ങിയിട്ട് വന്ന് കിടക്കുക. ഉറങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.